ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമ്മുടെ റേഡിയോ മലയാളത്തിലേക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഭിനയിക്കാൻ താല്പര്യമുള്ള, അഭിനയിക്കുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഖത്തറിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു എന്താ പറയാ, ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ പാർവതി പറയുന്ന ഡയലോഗാണ് മോഹൻ. സീരിയസ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്ന സമയത്ത് ഒരുവിധം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. മോഹൻ, നിങ്ങളൊരു നടനാവണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പൊ ഒരാളുണ്ട്, മിസ്റ്റർ അബു വളയംകുളം. അദ്ദേഹം നമ്മുടെ ഖത്തറിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ദോഹ ജംഗ്ഷനിലുണ്ട്. വെൽക്കം ടു റേഡിയോ മലയാളം. നമസ്കാരം. താങ്ക് യു. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നോ? അടിപൊളി. ഇന്ന് രാവിലെ എത്തി. ഇവിടെ നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെങ്ങനെയല്ലേ വേണ്ട അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ഈ പ്രാവശ്യത്തെ 5 ദിവസത്തെ ഒരു ലോങ് ക്ലാസ് ആണ് കിട്ടാൻ പോണത്. നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന, അത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. അവരോട് അവരെന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ? നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ക്യാമറയിൽ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ചില ആളുകൾ കേരളത്തിൽ പോയി സിനിമയിൽ അഭിനയിച്ചു ഉണ്ടാവാതിരിക്കാൻ നല്ലതായിരുന്നു. എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയത് സൂരജിന്റെ അഭിനയത്തെ പറ്റി സൂരജിന്റെ വീട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് ആ അവസ്ഥ വരാണ്ടിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതൊരു ക്യാമറയുടെ മുന്നിൽ മാർക്ക് എന്താണ്, എങ്ങനെ ഡയലോഗ് എങ്ങനെ നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പൊ ആക്ടറിന്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് ഡയലോഗ് പഠിക്കേണ്ടത്, പറയേണ്ടത്. അപ്പൊ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു ആക്ടിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഈ വർക്ക്ഷോപ്പിന്. ഓക്കെ. അപ്പൊ അതൊരു സംഭവം പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ അഭിനയിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന സമയത്ത് അത് കൂടുതലായി പോവുകയും കുറവായി പോവുകയും കൈ എവിടെ വെക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ കൈ ഒരു ആവശ്യമില്ലാത്ത സാധനമാണല്ലോ. ഇതിപ്പോ എവിടെ കൊണ്ടൊക്കെയാന്നുള്ളത് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഈശയിലിടണോ അല്ലെ എന്ത് ചെയ്യണോ? എനിക്കൊന്ന് സൂരജ് ഈ സംശയം വിളിച്ച് ചോദിച്ചിരുന്നു, കൈ എവിടെ വെക്കുന്നു. എന്റെ കൈക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറ്റവാളിയെ പോലത്തെ ഒരു ഭാവമായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് അസിസ്റ്റന്റ് വിളിച്ച് പറഞ്ഞത് ആരാണ് ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ആരും ചോദിക്കില്ല. വിനായകൻ ചേട്ടന്റെ സീനായിരുന്നു. വിനായകൻ ചേട്ടൻ എന്നിട്ട് സൂരജ് ഞങ്ങളോട് പറഞ്ഞെന്താ അറിയോ, സൂരജിന്റെ അഭിനയം കഴിഞ്ഞ് സെറ്റ് മുഴുവൻ കൈയടിച്ചു. എല്ലാം അത് ഒരു മിനിറ്റ് മൗനം ആചരിച്ചു. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ 18-ാം തീയതി മുതൽ തുടങ്ങുകയാണ്, ആക്ടിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോ ആക്ച്വലി ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം? അപ്പൊ കുറെ പേര് ഡൗട്ട് ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ ഒന്നും അഭിനയിച്ചിട്ടില്ല എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കൊക്കെയാണ് ഇതിൽ പങ്കെടുക്കാം? നിങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരും എന്നാണ് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും എല്ലാ ധൈര്യവും നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും. അതെ. സോ ഇതിനു മുൻപ് നമുക്ക് ഫസ്റ്റ് സീസൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമാ ക്ലബ്ബുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു സീസൺ കണ്ടക്ട് ചെയ്തു. ഇത് സെക്കൻഡ് സീസണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടി ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷം പോലല്ല, നമ്മൾ കുറച്ചും ടെക്നിക്കലാണ്. വീണ്ടും നമ്മളിത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലോസിൽ എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ക്യാമറ വെച്ച് എഡിറ്റ് ചെയ്ത് സിങ്ക് സൗണ്ടിൽ ഡബ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. അത് അവർക്ക് പ്രൊഫൈലും കൂടി ആക്കാൻ പറ്റും. അത് അപ്പൊ അവർക്കൊരു കാസ്റ്റിംഗ് കോളിൽ അയച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് വീഡിയോയും കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം ആലോചിക്കുന്നത്. ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പൊ ഒരുപാട് ഓഡീഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതായത് ഇപ്പം മലയാളത്തിലാണെങ്കിലും വേറെയുള്ള ഭാഷകളിലാണെങ്കിലും ഒക്കെ ഓഡീഷൻസ് എങ്ങനെയാണ് സംഭവം? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഓഡീഷന് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പേടി കാര്യങ്ങൾ ഉണ്ടാകും. ആൻഡ് നമ്മളെപ്പോഴും കാണാറുണ്ട് ഈ ഓഡീഷൻസിൽ ചെല്ലുമ്പോൾ ഒരു ലോങ് ക്യൂ ആണ് അവിടെ പുറത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഓഡീഷൻസിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡീഷൻ റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ടോ? തീർച്ചയായിട്ടും. എന്ത് സംഭവിച്ചാല് എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർ അതിനു വേണ്ടിയിട്ട് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ അവരോട് പറയുന്നത്, ആദ്യം പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ അവരുണ്ടാവില്ല. അപ്പൊ നമ്മളോട് പറയും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. അപ്പൊ നമ്മളങ്ങോട്ട് പറയും, അങ്ങോട്ട് കൊടുക്കും. അതോടെ പിന്നെ അവർ അഭിനയം നിർത്തിയിട്ട് പോകും. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോട് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ആ റെഡി ആവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതെന്താണെന്നും കൂടിയാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാം, ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത്രയും വർക്കുകളിലൂടെയാണ് നമ്മൾ പോവുക. നിങ്ങൾ രണ്ടുപേരും അറിയാത്ത ഒരു നഗ്നസത്യം ഞാൻ വെളിപ്പെടുത്താണ്. ഈ അടുത്ത് ഞാൻ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു 2ന്റെ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അന്ന് എബ്രിഡ് ഷൈനും ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പൊതുവെ നമ്മുടെ ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഒരാള് സിംഗിൾ ആയിട്ട് നമുക്കൊരു ക്യാരക്ടർ തന്നിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അഭിനയിക്കാൻ പറയായിരിക്കും ചെയ്യാം. ഇവിടെ ഒരുപാട് ആൾക്കാരായതുകൊണ്ട്, നീ ഇപ്പൊ പറഞ്ഞ പോലെ വലിയ ക്യൂ ആയതുകൊണ്ട് ഇവര് ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് ഞങ്ങളൊരു 6 പേരെ ഒരുമിച്ച് എബ്രിഡ് ഷൈൻ ആ ടീമിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവരൊരു സാഹചര്യം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഒരു സാഹചര്യം, നിങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെർഫോം ചെയ്തോന്ന് പറഞ്ഞു. ഇത് നമ്മളിങ്ങനെയല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്, നമ്മള് വിചാരിച്ചിരുന്ന ഓഡീഷൻ ഇങ്ങനെയല്ലല്ലോ.
ചില ആൾക്കാര് അപ്പൊ ഈ കിട്ടിയ റിപ്പീറ്റഡ്ലി ഓഡീഷന് പോയിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് ഇത് കത്തി ഇപ്പൊ ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെയിൻ ആവും. അപ്പൊ 1-2 ആൾക്കാർ ഓവർ മെയിൻ, അവർ ആദ്യം തന്നെ ഭയങ്കര പെർഫോമൻസ്. ഞങ്ങൾക്ക് വർത്താനം പറയാൻ സ്കോപ്പ് കിട്ടുന്നത് നായകനെ അവർ ഫിക്സ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനുവേണ്ടി കൃത്യമായി സ്പേസ് ആ കിട്ടുന്ന സ്പേസ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. അപ്പോ നമുക്കിനി ഈ 5 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം പിന്നെ എന്തായിരിക്കും ഈ 5 ദിവസം എന്ന് പറയുന്ന ഒരു കുറെ ടൈം എടുക്കണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ ആളുകളെ ജോലിയും കാര്യങ്ങളൊക്കെ സമയത്തോളം നമ്മൾ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് നമ്മുടെ ഒരു ചളിപ്പം കൊണ്ട് പോകും. അതായത് നമുക്ക് വാരം മുമ്പിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ എന്ത് പറയാനോ ഒന്നിനും ഒരു മടി എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് ഒഴിവാക്കി കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യവും കൂടി ഇതിൽ ഉണ്ടാവില്ല. ഞാനിത് കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ ഒരു ദിവസം തന്നെ നിങ്ങളാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നിങ്ങളൊന്ന് പൊളിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം മാത്രമാണ് നമ്മൾ പെർഫോമൻസിന്റെ ഏരിയയിലേക്ക് തന്നെ പോവുള്ളൂ. മെമ്മറീസ് ഒക്കെ നോക്കി എത്രമാത്രം നിങ്ങൾക്ക് ഡയലോഗ് കാണാതെ പഠിക്കാൻ പറ്റും കൂടി നോക്കണം. അങ്ങനെ ഗെയിമിലൂടെയാണ് ഫസ്റ്റ് ഡേ നമ്മൾ ഫുൾ ഒരു ഗെയിം പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം, മലയാളത്തിന്റെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും. അതല്ല, ഞാൻ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. ഇപ്പോ അതല്ല, അത് ഞാൻ പിന്നെ ചോദിച്ചാൽ പേഴ്സണലായിട്ട് ചോദിച്ചോളാം. അതായത് എന്ത് സംബന്ധിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും പല കഥാപാത്രങ്ങൾക്ക് ഇന്ന ആളെ പറ്റുള്ളൂ എന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾ, ഇപ്പോ ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, ജഗതി ചേട്ടനായിക്കോട്ടെ, ഇവർക്കൊക്കെ ഏത് റോള് കൊടുത്താലും മീൻസ് അല്ലെങ്കിൽ ഏത് റോള് വന്നാലും ഇവരെ കൊണ്ട് അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ്? അത് ഡിഫറൻസ് ഒന്നുമില്ല. ഒരു പടം കച്ചവടം ഇമ്പോർട്ടന്റ് ആണ്. മമ്മൂക്ക ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണല്ലോ. ലാലേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ആ ഏരിയ നോക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടന്റ്. അവിടെ ഫ്രഷ് ആയിട്ട് ആളുകൾ വരുമ്പോ ഭയങ്കര ഇപ്പൊ പല്ലൂട്ടി നോക്കും. പല്ലൂട്ടിയിലെ കുട്ടികളാണ് മെയിൻ. പക്ഷെ നമ്മള് കുറച്ച് 2-3 ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പടം ഇന്ന് കേരളത്തിൽ വൻ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വെബ് സീരീസിനും വല്ലാത്തൊരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നു. ഇപ്പൊ സാറിനെ നോക്കിയാൽ 1000+ ബേബീസ് എന്ന് പറയുന്ന സംഭവം, അതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ല മാറ്റമായിട്ടല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നമുക്കൊരു മലയാളത്തിൽ ഇന്ന ആളുകൾ വേണമെന്നില്ല. നമുക്ക് പാൻ ഇന്ത്യൻ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ ഏതും. ഇപ്പൊ നീന ഗുപ്തയാണ് നമ്മളെ വർക്കിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്, റഹ്മാൻ സാറ് തമിഴും ഹിന്ദിയുള്ള ആളാണ്. പിന്നെ അതിൽ കർണാടകയിൽ നിന്നുണ്ട്, ബാംഗ്ലൂർ, മൈസൂർ, പല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്കൊരു ഭയങ്കര രസമാണ് കാസ്റ്റ് ചെയ്യാൻ. ഭയങ്കര ഫ്രീഡം ഉണ്ടാവും. നമുക്ക് ഇന്ന ആള് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. വൺ ഫണ്ട് ആണല്ലോ ഇതിന്റെ ഒരു ഇത്. മലയാള സിനിമ നമ്മളൊരു 3 കോടി 4 കോടി ഇത് വെബ് സീരീസ് വരുമ്പോ യൂജ് എമൗണ്ടിലാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് ആർട്ടിസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് കമലഹാസന് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം വെബ് സീരീസിൽ. ചോദിക്കാൻ വെച്ചത് ഈ 3 മണിക്കൂറുള്ള 2.5 മണിക്കൂറുള്ള സിനിമയേക്കാൾ ബജറ്റ് 6 മണിക്കൂറൊക്കെ വരുന്ന വെബ് സീരീസിന് വരും തീർച്ചയായിട്ടും. അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ ചെയ്യുന്നത് അല്ലേ? ഓഹോ. അപ്പൊ അതിന് കണക്കായിട്ട് ഇപ്പം ദിവസങ്ങളും കൂടുതൽ വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. എന്താ സംഭവിച്ചാൽ മലയാളം സിനിമ കേരളത്തിൽ മാത്രമാണല്ലോ, അല്ലെങ്കിൽ ദുബായ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇപ്പൊ ഒരു വെബ് സീരീസ് ആകുമ്പോൾ വേൾഡ് ആണത്. ആ രീതിയിലുള്ള ഒരു ഇപ്പൊ 1000+ ഏത് ഭാഷയിലേക്കും വേണമെങ്കിൽ മാറ്റാവുന്ന ഒരു സാധനമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും മൊഴിമാറ്റം ചെയ്തൊരു വെബ് സീരീസ് ആണ്. ഓഡിയൻസ് കൂടാണല്ലോ. അതുപോലെ പറയാനുള്ള ഒരു വിശേഷം പല്ലുട്ടിയാണ് അല്ലേ? പല്ലുട്ടിയിലെ ദാമോദരൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ വരിക. മറ്റത് ഫുൾ ക്യാമറയുടെ പുറകിലുള്ള പടികളാണ്. പക്ഷെ ഇങ്ങനെ ഇത് ആ ഒരു സംഭവം എങ്ങനെയാണ്? ക്യാമറയുടെ പുറകിലും വർക്ക് ചെയ്യുന്നു, ഫ്രണ്ടിലും വരുന്നു. ഇത് ഞാൻ ആക്ടറായിട്ട് തുടങ്ങിയ ഒരാളാണ്. ഞാൻ പലതും പറഞ്ഞാണ്. സക്രിയ എന്നെ അഭിനേതാവ് എന്ന രീതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് സക്രിയ എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ആക്കി സുഡാലിൽ. അതോടെ പിന്നെ എല്ലാവരും എന്നെ കാസ്റ്റിംഗിനാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കും തോന്നി തുടങ്ങി എനിക്കൊന്നും അഭിനയിക്കണുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെറിയ സാധനങ്ങൾ പ്രശ്നം തരും. ഞാൻ എപ്പോഴും എന്നെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാറില്ല. ഡയറക്ടർ ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇത് ചെയ്തോളൂ. എന്റെ ഫിസിക്കായി ഞാൻ പറയാം. അപ്പൊ അവര് പറയാം ഓക്കെ ഇത് ബുക്ക് നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു 5 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരാളാണ് നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ പറയുന്നത്. കാരണം നമുക്ക് ഇതുപോലുള്ള ചാൻസുകളൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ അല്ലെ? അതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിന്റെ ഫസ്റ്റ് സീസണിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി തോന്നും നമ്മൾ ചെറിയ സർക്കിളിലാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിലാകുമ്പോൾ നമുക്ക് കുറച്ചും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റും.
പക്ഷെ ഇത് കുറെ അറിയാത്ത ആൾക്കാർ അവരുടെ ചുറ്റിലും പോയിട്ട് എന്തെങ്കിലും ഒരു ആക്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനും അതായത് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് പോലെയൊക്കെ നമുക്ക് കുറെ ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിംഗ് ക്യാമ്പ് വർക്ക്ഷോപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രമുഖ നടനും കൂടി അതിനെപ്പറ്റി അതെ, പ്രമുഖ നടൻ കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ ഞാന് അത്തരത്തിലുള്ള ഒരു നമ്മളൊന്ന് നമ്മള് പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തിളങ്ങുന്ന മമ്മൂക്ക എന്ന് പറഞ്ഞത്. അപ്പൊ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും തിളങ്ങും. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ കാര്യം ഒരു സത്യമാണ്. അതായത് പെട്ടെന്ന് ഒരു ക്രൂവിന്റെ മുമ്പിൽ പോയിട്ട് നമ്മളിപ്പോ സീനിൽ ഒരു സിനിമയുടെ സീനിൽ കാണുമ്പോൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ അതിന്റെ ചുറ്റിലും അഭിനയിക്കുന്ന സമയത്ത് 10-30 ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാർ മുഴുവൻ നമ്മളെ തന്നെ നോക്കിയിരിക്കായിരിക്കും. സെറ്റ് മൊത്തം സൈലന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏത് ഇതായിട്ട് പുതുതായിട്ട് പോകുന്ന ഒരാൾക്കും പതറിപ്പോവും. ആ സാഹചര്യം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് വളരെയധികം ഗുണം ചെയ്യും. 100-99 ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം മാത്രം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിലേക്ക് ഒരു പടി മുന്നോട്ടെത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ എന്തായാലും ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രമല്ല ഈ വർക്ക്ഷോപ്പ്, നമ്മള് ഗ്രൗണ്ടിലും പുറത്തും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിലല്ലേ, അതായത് പുറത്തേക്കാണ് നമ്മൾ വർക്ക്ഷോപ്പ് ആലോചിക്കുന്നത്. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് ഒഫീഷ്യലായിട്ട് ഒന്ന് നിങ്ങൾ തന്നെ വിളിച്ചോളൂ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാവരെയും അല്ലേ. അപ്പോൾ ഖത്തറിൽ 5 ദിവസം നടക്കുന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പിലേക്ക് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ പേടിക്കാതെ ധൈര്യമായിട്ട് വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 5 ദിവസം ഒരു ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം, എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ്, അതെല്ലാം ചോദിക്കാം, പറയാം. നമുക്ക് സ്ഥിരം പറയുന്ന പോലെ നമുക്ക് ചേർന്നിരുന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് നിങ്ങളുടെ മുഖം അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമയിലേക്കുള്ള ഒരു സാധ്യത, ഒരു വാതിൽ കൂടിയാണ് തുറക്കുക എന്നുള്ളത് മറക്കണ്ട. ഇതില് ഞാൻ 4-5 ഡോർ തുറന്നു വെച്ചതാ കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് ഡോറിന്റെ അടുത്തുനിന്ന് സൂരജ് മാറിയിട്ടില്ല. പിന്നെ കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ഷൻ ഹൗസ് നമ്മളുടെ കൂടെ ഉണ്ട്. അത് അതിലുണ്ട് കൃത്യമായിട്ട്. അവരൊരു ഓഡീഷൻ കൂടി ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതാ ഈ നമ്പർ മറന്നുകൊണ്ട 33238344 33238344 എന്നുള്ള നമ്പറാണ്. എത്രയും പെട്ടെന്ന് വിളിക്കുക, എത്രയും പെട്ടെന്ന് നമ്മളുടെ ആ ഒരു നമ്മൾ അവിടെ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പൊ നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നത്. അപ്പൊ ജോലിനെ ഒന്നും ഒരു തരത്തിലും ബാധിക്കില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. സോ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, സീസൺ 1 ഗംഭീരമായിട്ട് കണ്ടക്ട് ചെയ്തതിനു ശേഷമാണ് സീസൺ 2 നമ്മളുടെ ടീം, അതായത് സിനിമ ക്ലബ് ടീം എത്തിയിട്ടുള്ളത്. സോ കം ആൻഡ് ജോയിൻ. താരോദയം സീസൺ 2 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നെക്സ്റ്റ് ചെറിയൊരു ബ്രേക്കിലേക്ക്